പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ വാർത്തകൾക്കിടയിലെ നമ്മൾ പാവപ്പെട്ട അസാമിനെയും ബംഗാളിനെയും തമിഴ്നാടിനെയൊക്കെ മറന്നുപോയി. കേരളത്തിനൊപ്പം അസമും നാളെ പോളിംഗ് ബൂത്തിലേക്കാണ്. 126 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തുടർഭരണം ലക്ഷ്യമിട്ട് BJPയും ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും തമ്മിൽ വാശിയേറിയ പോരാട്ടത്തിനാണ് സംസ്ഥാനം സാക്ഷിയായത്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് പവൻ ഖേര ഉന്നയിച്ച ആരോപണം വൻ വിവാദമായിട്ടുണ്ട്. നോബൽ ബാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ ബാരിക്കാരൻ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അസമിലും തീ കത്തുകയാണ്. അവിടെ വ്യാജ പാസ്പോർട്ട് ആരോപണമാണ് കത്തുന്നത്. ഇടയ്ക്ക് പവൻ ഖേരയെ കാണാനില്ലെന്നൊക്കെ കേട്ടു. എന്താണ് സംഭവം അസമിൽ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അസമിൽ നാളെയാണ് വോട്ടെടുപ്പ്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിലാണ് സംസ്ഥാനം ഉള്ളത്. 722 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. 126 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും അധികാരം പിടിച്ച് വിജയം നേടിക്കൊണ്ട് അധികാരം തുടരാണ് BJP ശ്രമം. കോൺഗ്രസ് ആകട്ടെ അധികാരം തിരിച്ചുപിടിക്കാൻ നീക്കം നടക്കുന്നു. എന്താണെങ്കിലും അത് സൂചിപ്പിച്ച തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വലിയ തരത്തിൽ കോളിളക്കം ഉണ്ടാക്കിയത് എന്ന് പറയാം. കാരണം ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്ക് വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടെന്നും വിദേശത്ത് കമ്പനികൾ ഉണ്ടെന്നൊക്കെയായിരുന്നു പവൻ ഖേര ഒരു ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണം ഉന്നയിച്ച് മണിക്കൂറുകൾക്കകം BJP തിരിച്ചടിച്ചത് ശക്തമായ ഭാഷയിലാണ്. ആരോപണം പിന്നീട് പല ഘട്ടങ്ങളിലും കോൺഗ്രസിന് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് പവൻ ഖേര ഉയർത്തിക്കാണിച്ച ഡോക്യുമെന്റുകൾ പലതും പാകിസ്ഥാനിൽ നിന്ന് അപ്ലോഡ് ചെയ്തതാണ് എന്നാണ് BJP തിരിച്ചടിച്ചത്. ഇത് വലിയ തരത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം ഇന്നലെ അസം പോലീസ് ദില്ലിയിലെത്തി പവൻ ഖേരയുടെ വസതിയടക്കം പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചില രേഖകളൊക്കെ പിടിച്ചെടുത്തു എന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും നിലവിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുകയാണ്. അതേസമയം ഭാര്യയ്ക്കെതിരായ ആരോപണം ഉയർന്നതിന് പിന്നാലെ ഹിമന്ത ബിശ്വ ശർമ്മ മല്ലികാർജ്ജുൻ ഖർഗെയെ ഭ്രാന്തൻ എന്ന് വിളിച്ചതും വലിയ തരത്തിൽ വിവാദം ആയിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും വലിയ തരത്തിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അസാമിൽ ഉണ്ടായത്. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേരളത്തിനൊപ്പം. സ്വാഭാവികമായി വലിയ പ്രചരണം നടന്നപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എത്തി, രാഹുൽ ഗാന്ധി എത്തി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ തന്നെ അവിടെ പ്രചരണം കൊഴുപ്പിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അവരുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഈ പാസ്പോർട്ട് വിഷയം തന്നെയാണ് സജീവ ചർച്ചയിലേക്ക് എത്തിക്കാൻ BJPയും കോൺഗ്രസും ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴും അത് ഒരു തരത്തിൽ BJPക്ക് ചെറിയ തരത്തിൽ ഒരു ഗുണം ആയി എന്ന് വേണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിൽ നേരത്തെ വന്ന പ്രീ പോൾ സർവേകളൊക്കെ BJPക്ക് വലിയ വിജയം അവിടെ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒട്ടും ആത്മവിശ്വാസം വിട്ടിട്ടില്ല. ഗൗരവ് ഗോഗോയുടെ നേതൃത്വത്തിൽ അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. ഓക്കെ, നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ അസമും നമ്മളോടൊപ്പം പോളിംഗ് ബൂത്തിലേക്കാണ്. ഇവിടെയുള്ള ആരോപണങ്ങളൊന്നുമല്ല കേട്ടോ, അവിടുത്തെ ആരോപണങ്ങളൊക്കെ. വയനാട് ഫണ്ട് വിവാദം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന 2018 പ്രളയ വിവാദം, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതൊക്കെയാണ്. പക്ഷേ അസാമിൽ കത്തിക്കയറുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയുടെ പാസ്പോർട്ട് വിവാദമാണ്. അതിലിപ്പോൾ പവൻ ഖേരയാണ് ആരോപണം ഉന്നയിച്ചത്. കത്തിപ്പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് തീയാളുന്നതാണ് അസാമിൽ. അസാമിന് കോൺഗ്രസിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചേ മതിയാകും എന്നുള്ളതാണ്. പക്ഷേ വിജയിച്ച് എത്ര പേർ കോൺഗ്രസിൽ തന്നെ നിൽക്കും ആസാമിൽ എന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിമന്ത ബിശ്വ ശർമ്മ പഴയ കോൺഗ്രസ്സുകാരനായിരുന്നേ, നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാരൻ, നിറ കളഞ്ഞ കോൺഗ്രസ്സുകാരൻ.